ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ലഞ്ച് മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻ മീലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പക്ഷെ നോൺ വെജിറ്റേറിയൻസിന് ഇതിൻ്റെ ഒപ്പം കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോൺ വെജിറ്റേറിയൻ മീലും ആവും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രാജ്മയും സിമ്പിൾ ആയിട്ടുള്ള ജീര റൈസും ആണ് ഇന്ന് ഉണ്ടാക്കിയത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മെനു ആണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ ലഞ്ച് മെനൂസും കേരള ലഞ്ച് മെനൂസും എൻ്റെ ചാനലിലുണ്ട്. അത് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മയാണ്. രാജ്മയ്ക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചിത്ര രാജ്മ എന്ന് പറയുന്ന വെള്ള കളറിലുള്ള രാജ്മയാണ്. ഇത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഓവർനൈറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ജീരകം ഒന്ന് ചോക്കുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ സവാള കുക്കായി വന്നിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് മസാലയൊക്കെ ഒന്ന് കുക്കായി എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് അടുപ്പത്ത് വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല നന്നായി കുക്കായി വരട്ടെ. മസാല കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ രാജ്മ പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്ത രാജ്മയാണിത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരെ ഇത് മൂടിയിട്ട് തിളപ്പിക്കാം. വെള്ളം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായി തിളച്ച് കുറുകി വന്ന രാജ്മയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ മിക്സ് ചെയ്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്മ കറി റെഡിയാണ്. ഇനി അടുത്ത് നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ റൈസ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ പ്രഷർ കുക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നു, ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ നമ്മുടെ ജീര റൈസ് റെഡിയാണ്. പിന്നെ പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലഫ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് അടച്ചു വെച്ചാൽ നമ്മുടെ ജീര റൈസ് റെഡി. അപ്പോൾ ഇത് എല്ലാ കറികളുടെ കൂടെ ഉണ്ടാക്കാവുന്ന ഒരു ഈസി റൈസ് റെസിപ്പിയാണ്. ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.